വെൽക്കം ടു ഷെൽസ് ആൻഡ് ബെൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്നിക് സ്പോട്ട്, ദാറ്റ് ഈസ് മിന്നവാര റെഡ് ബ്രിഡ്ജ് അറ്റ് ആമഡേൽ. ഇത് ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല രസമാണ് ഒരു ഈവനിങ്ങിലൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ. ഒത്തിരി വാട്ടർ ബേർഡ്സ് ഉണ്ട്, പല വെറൈറ്റി ഉള്ള ഡക്സിനെ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഒത്തിരി വൈൽഡ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവനിങ്ങിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇതിലേക്ക് നടക്കാൻ വരാറുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇതിൽ വരുന്നത്. ചുമ്മാ ഒന്ന് നടന്നാൽ തന്നെ നമ്മുടെ ഈ ബിസി ലൈഫിൽ നിന്ന് ഒത്തിരി ഒന്ന് സ്ട്രെസ് ഫ്രീ ആകാൻ ഒത്തിരി നല്ല ഒരു സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി ഫെസ്റ്റിവൽസൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്, മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽസ്. പിന്നെ ഓസ്ട്രേലിയയുടെ സെലിബ്രേഷൻ്റെ ഫയർ വർക്ക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഫോട്ടോഷൂട്ടിനായിട്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പിന്നെ നല്ല രസമാണ്. ഇവിടെ ഒത്തിരി ബേർഡ്സ് ഉണ്ട്, പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഇവിടെ ഒന്ന് വരണം, നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒത്തിരി നല്ല ഒരു കാമാൻ ക്വയറ്റ് ഏരിയ, ഇഷ്ടംപോലെ പിക്നിക് സ്പോട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബ്രിഡ്ജ്. അപ്പോൾ റെഡ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ ഡക്സും ഒത്തിരി ബേർഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിലൊന്ന് നടന്ന് നോക്കാം. നല്ല രസമാണ് കേട്ടോ. ഇത് ഒരു വുഡൻ ബ്രിഡ്ജാണ്. ഇത് ഒരു നല്ല ഭംഗിയാണ് കാണാൻ. ഒത്തിരി മരങ്ങളുണ്ട്, തണലുണ്ട്. ഈവൻ സമ്മറിലാണേലും വിൻ്ററിലാണേലും ഒരു നല്ല സ്ഥലമാണ് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ വരാനായിട്ട്. ഒത്തിരി ഡക്സ് ഒക്കെ ഉണ്ട്. നോക്കി ഇവരെയൊക്കെ ഒന്ന് വെള്ളത്തിലിറക്കാൻ നോക്കാം, അല്ലേ നമുക്ക് ഇവർ നീന്തുന്ന കാണാമല്ലോ. ഞാൻ ജസ്റ്റ് ഇവരുടെ അടുത്തോട്ട് വന്നതേ ഉള്ളൂ. ഇത് എല്ലാവരും കൂടെ ഓടി വെള്ളത്തിൽ ചാടി നീന്താൻ പോവാ. ചിലപ്പം വരുമ്പോൾ ഒത്തിരി ഡക്ലിങ്സിനെയൊക്കെ കാണാറുണ്ട്. ഇപ്രാവശ്യം പക്ഷേ ഡക്ലിങ്സിനെ ഒന്നും കണ്ടൊന്നുമില്ല. എല്ലാം കുറച്ച് വലിപ്പമുള്ള ഡക്സാണ്. നമുക്ക് ബ്രിഡ്ജിൻ്റെ ഒരു ഫുൾ വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് ഇനി വേറെ ഒരു പാർക്കുണ്ട്, ഒരു മെമ്മോറിയൽ പാർക്ക്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പിള്ളേർക്ക് കുറച്ച് നേരം അവിടെ കളിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാം. ഇതിപ്പം ഈവനിങ് ആയി, അതുകൊണ്ട് ആരും തന്നെ ഇല്ല. ഇത് റെയറായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. ഇനി സ്കൂൾ ഡേ ആണ്, അപ്പം പിള്ളേരെ കൊണ്ടൊന്നും ഒത്തിരി പേരൊന്നും ഈ സമയത്ത് വരത്തൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെയാണ് എല്ലാ വർഷവും ക്രിസ്മസ് കരോളൊക്കെ നടത്താറ്. പിന്നെ ഇവിടെ നോക്കിയേ, ഒരു വലിയ ലെമൺ ട്രീ ഉണ്ട്. പിന്നെ ഓറഞ്ച് ട്രീ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ വലിയ ലെമണും ഓറഞ്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രീയിൽ ലെമണൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഈ പാർക്കിൽ നല്ല രസമാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു നല്ല പ്ലേ ഗ്രൗണ്ടാണ്. ഇവിടെ പലതരം സ്വിങ്സ് ഉണ്ട്, എല്ലാ ഏജിലുള്ള പിള്ളേർക്കും. അതായത് ഒത്തിരി ചെറിയ പിള്ളേർക്ക് തൊട്ട് വലിയ പിള്ളേർക്ക് വരെ കയറാൻ പറ്റിയ രീതിയിൽ ആണ് ഇവിടെ ഈ പാർക്ക് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ സെൻസറി പ്ലേ ഫീച്ചേഴ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി നല്ല രസമാണ്. പിന്നെ സാൻഡ് പ്ലേ,
പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ ഇങ്ങനെ സാൻഡിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലാണ് ഈ പാർക്ക് അവർ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേരെ. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിനും വരെയും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സീ യു സൂൺ, ബൈ ബൈ.